ഇസ്രയേൽ ഈ ആക്രമണം നിർത്തണമെന്ന് ആവശ്യപ്പെട്ടു. അധിനിവേശ പ്രദേശങ്ങളിൽ നിന്ന് പിൻവാങ്ങണം എന്നും ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി ആവശ്യപ്പെട്ടു. അമേരിക്കയടക്കമുള്ള ഏതാനും ചില രാഷ്ട്രങ്ങൾ മാത്രമാണ് അതിനെ എതിർക്കാനുണ്ടായത്. നമസ്കാരം. മലപ്പുറം ജില്ല എന്ന് പറയുന്നത് തീവ്രവാദികളുടെയും സ്വർണ്ണ തട്ടിപ്പുകാരുടെയും കേന്ദ്രമാണെന്നുള്ള പിണറായി വിജയൻ്റെ ഹിന്ദുവിലെ ലേഖനം ഇപ്പോൾ ഓരോ ദിവസവും തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിനെ മറികടക്കാൻ വേണ്ടി മുസ്ലിം വോട്ട് തന്ത്രവുമായിട്ട് വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ് പിണറായി വിജയൻ. ദേശാഭിമാനിയും അതിൻ്റെ പുതിയ രൂപത്തിൽ ഭാവത്തിൽ വന്നിരിക്കുകയാണ്. കൈവിട്ട് പോയി, അതായത് മുസ്ലിം വോട്ട് ബാങ്കാണ് LDFൻ്റെ ശക്തമായ പിന്തുണയ്ക്ക് കാരണം എന്ന് എല്ലാവർക്കും അറിയാം. മലബാർ മേഖല ഈ മുസ്ലിം വോട്ടിൽ വിള്ളൽ വന്നാൽ CPM ഇല്ലാതായിത്തീരും. അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് പിണറായി വിജയൻ്റെ ഹിന്ദു പത്രത്തിലെ ലേഖനം എത്തിച്ചത്. അല്ലെങ്കിൽ തന്നെ തൃശ്ശൂരിൽ RSSുമായി ചേർന്നുകൊണ്ട് വോട്ട് മറിച്ച് പൂരം കലക്കി അങ്ങനെ പിണറായി വിജയൻ എല്ലാം കൊണ്ടും നാറി ഇനി അങ്ങോട്ട് കൈവിട്ട് പോയി. ജനങ്ങളെല്ലാം തന്നെ വെറുപ്പും അറപ്പോട് കൂടിയിട്ടാണ് പിണറായി വിജയനെ കാണുന്നത്. ഈ അവസ്ഥയിലാണ് ഹിസ്ബുള്ളയുടെ രക്ഷകനായി പിണറായി വിജയൻ എത്തിയിരിക്കുന്നത്. ഹമാസിനെയും ഹിസ്ബുള്ളയ്ക്കും വേണ്ടി കണ്ണീരൊഴുക്കുകയാണ് പിണറായി വിജയൻ. അതിൻ്റെ ഭാഗമായി നമുക്ക് ആദ്യമായി ഇന്ന് ദേശാഭിമാനി എത്രമാത്രം വലിയ പ്രാധാന്യമാണ് ഇസ്രയേൽ ഹമാസ് യുദ്ധവും അതേപോലെ ഇസ്രയേൽ ഹിസ്ബുള്ള യുദ്ധവും അവർ കാണിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇന്നത്തെ ദേശാഭിമാനി പത്രത്തിൻ്റെ ഫ്രണ്ട് പേജ് ഒന്ന് നോക്കി നോക്കൂ. എന്തെല്ലാമാണ് അവർ ചിത്രീകരിച്ചിരിക്കുന്നത്. രണ്ടാം ഹിറ്റ്ലർ എന്നാണ് നെതന്യാഹുവിനെ പറ്റി ചിത്രീകരിച്ചിരിക്കുന്നത്. ഗാസയിലെ കൊലവിളിക്ക് ഒരാണ്ട്. ഗാസ ഇന്ന് വെറുമൊരു പേരല്ല, ഒരു കൂട്ടം മനുഷ്യരുടെ പൊലിഞ്ഞ സ്വപ്നങ്ങളാണ്. തകർന്നടിഞ്ഞ നാടും നഗരവും നിറഞ്ഞു കവിഞ്ഞ ആശുപത്രികൾ, എങ്ങും മൃതശരീരങ്ങളുടെ കൂമ്പാരം. പലസ്തീനെ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നിൽക്കുകയാണ് ലക്ഷ്യം. അവിടെയും നിൽക്കുന്നില്ല ഇസ്രയേലിൻ്റെ അടങ്ങാത്ത യുദ്ധവറി. ഇന്നത് അതിർത്തികൾ ഭേദിച്ച് സിറിയയിലേക്കും യമനിലേക്കും ലെബനനിലേക്കും ഇറാനിലേക്കും നീളുന്നു. നാളെ വീണ്ടും വ്യാപിക്കാം. ചരിത്രത്തിൻ്റെ വിരോധാഭാസം എന്ന പോലെ ബെന്യാമിൻ നെതന്യാഹു മറ്റൊരു ഹിറ്റ്ലറായി മാറുന്നു. അമേരിക്കൻ പിന്തുണയോടെയുള്ള ഇസ്രയേലിൻ്റെ സാമ്രാജ്യത്വ മോഹങ്ങൾക്കെതിരെ ലോകത്തിൻ്റെ ശബ്ദമുയർന്നേ തീരൂ. അല്ലെങ്കിൽ നമ്മൾ വലിച്ചഴക്കപ്പെടുന്നത് മറ്റൊരു ലോകയുദ്ധമുഖമായത്തേക്കായിരിക്കും എന്ന് വളരെ ഗൗരവമായി ഫ്രണ്ട് പേജ് കൊടുത്തിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഹിസ്റ്ററിയും കൊടുത്തിട്ടുണ്ട്. ഒക്ടോബർ 7 മുതൽ ഗാസയിൽ കൊല്ലപ്പെട്ട് 41,825 പേർ. മരിച്ചവരിൽ 70% സ്ത്രീകളും കുട്ടികളും. ലെബനനിൽ 2000 പേർ കൊല്ലപ്പെട്ടു. ഇതിൽ 127 പേർ കുട്ടികൾ, 261 സ്ത്രീകൾ. ഹമാസ് ആക്രമണത്തിൽ ഇസ്രയേലിൽ കൊല്ലപ്പെട്ട 1139 പേർ. അതിനുശേഷം യുദ്ധം വ്യാപിപ്പിച്ച് ഇസ്രയേൽ യുദ്ധമുന ലെബനനിലേക്കും യമനിലേക്കും ഇറാനും ലക്ഷ്യം. ലോകം യുദ്ധഭീതിയിലേക്ക്. ഗാസയിൽ 17,000 കുട്ടികൾ കൊല്ലപ്പെട്ടു. മാതാപിതാക്കളെ നഷ്ടമായി ക്യാമ്പുകളിൽ കഴിയുന്ന 10,000 പേർ കുരുന്നുകൾ. 564 സ്കൂളുകൾ ആക്രമിക്കപ്പെട്ടു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 85% നിലംപരിശായി. 6,25,000 കുട്ടികൾ വിദ്യാഭ്യാസം മുടങ്ങി. ഗാസ ജനസംഖ്യയുടെ 85% പലായനം ചെയ്തു. 79,000 വീടുകൾ പൂർണ്ണമായും തകർന്നു. 3.7 ലക്ഷം വീടുകൾ വാസയോഗ്യമല്ലാതായി. 138 മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടു. ഇതിൽ 128 പലസ്തീൻകാർ. 408 ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടു. ഗാസയിൽ 2.73 ലക്ഷം കോടി രൂപയുടെ നഷ്ടം. വെസ്റ്റ് ബാങ്കിൽ കൊല്ലപ്പെട്ട 729 പേരിൽ 160 കുട്ടികൾ എന്ന് പറഞ്ഞിട്ട് വളരെ ഫ്രണ്ടിൽ തന്നെ കൊടുത്തത്. മറ്റൊരു ഗാസയാകാൻ ലെബനനിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടും വളരെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് വായിക്കാം. സെപ്റ്റംബർ 17-18 ഹിസ്ബുള്ള പ്രവർത്തകരുടെ ആശയവിനിമയ ഉപകരണമായ പേജറുകളും വാക്കി ടോക്കികളും വ്യാപകമായി പൊട്ടിത്തെറിച്ചു. 38 മരണം. പിന്നിൽ ഇസ്രയേൽ. 2024 സെപ്റ്റംബർ 21 ലെബനനിൽ തെക്കൻ ബെയ്റൂട്ടിലെ ജനവാസ മേഖലയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ 2 മുതിർന്ന നേതാക്കളടക്കം 37 പേർ കൊല്ലപ്പെട്ടു. സെപ്റ്റംബർ 23 ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ 274 മരണം, 21 കുട്ടികളടക്കം 1000-ലേറെ പേർക്ക് പരിക്കേറ്റു. സെപ്റ്റംബർ 28 ഹിസ്ബുള്ള തലവൻ സയ്യിദ് ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടു. അതായത് മുസ്ലിം മേഖലകളിൽ വോട്ട് പിടിക്കണമെങ്കിൽ ഹമാസിനെയും അതേപോലെ ഹിസ്ബുള്ളയെയും മുന്നിൽ വെച്ച് കളിച്ചാൽ വോട്ട് ബാങ്ക് തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയാണ് പിണറായി വിജയനുള്ളത്. അദ്ദേഹം കോഴിക്കോട് നടത്തിയ പ്രസംഗം കൂടി ഒന്ന് കേൾക്കുക. അതിൽ അദ്ദേഹം പറയുന്നത് 41,000 ഒന്നല്ല മരിച്ചത് എന്നാണ്, ഇതേപോലെ കുട്ടികൾ മരിച്ചതൊന്നല്ല എന്നാണ്. അങ്ങനെ എല്ലാ തരത്തിലും ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും വേണ്ടി കണ്ണീരൊഴുക്കി പിണറായി വിജയൻ വോട്ട് ബാങ്ക് തിരിച്ചു പിടിക്കാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കുകയാണ്. മലപ്പുറം ഒരു തീവ്രവാദ മേഖലയാണെന്നും മുസ്ലിം തീവ്രവാദ മേഖലയാണെന്നും അവിടെ കള്ളക്കടത്തും കൊള്ളയും എല്ലാം നടക്കുകയാണെന്നും ഡൽഹിയിൽ ചെന്ന്
ഹിന്ദു പത്രത്തിൽ PR വർക്കിലൂടെ കൊടുത്ത സംഭവം പുറത്തു വന്നതോടെ പിണറായി വിജയനെ നിൽക്കക്കളിയില്ലാത്തപ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പുതിയ തന്ത്രവുമായി പിണറായി വിജയൻ രംഗത്തിറങ്ങിയിരിക്കുന്നത്. പിണറായി വിജയൻ്റെ പ്രസംഗം ഒന്ന് കേൾക്കാം. ലെബനനിൽ ഹിസ്ബുള്ളയെ തകർക്കാനെന്ന പേരിൽ വ്യാപകമായ ആക്രമണം ഇസ്രയേൽ നടത്തുന്നു. അതിൻ്റെ ഭാഗമായി പേജർ ആക്രമണം ആദ്യം തുടങ്ങി. എത്ര ആസൂത്രിതമായാണ് ആക്രമണം സംഘടിപ്പിച്ചത് നോക്കണം. അനേകം ആളുകൾക്ക് പേജർ സ്ഫോടനത്തിൽ പരിക്കും മരണപ്പെടുന്ന അവസ്ഥയും ഉണ്ടായത്. പിന്നെ നാം കേട്ടു അത് വാക്കി ടോക്കിയിലേക്ക് മാറിയെന്ന്. അതിനുശേഷം നേരിട്ട് ആക്രമണം, ബോംബാക്രമണം. എത്രമാത്രം ഭീകരമായ ആക്രമണമാണ് നടക്കുന്നത്. വലിയ കെട്ടിടം, ആ കെട്ടിടത്തിൻ്റെ അടിയിൽ അണ്ടർഗ്രൗണ്ട് സജ്ജീകരണമൊരുക്കി അവിടെ ആക്രമണത്തെ ഭയന്ന് താമസിക്കുന്നവർക്ക് അവരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ബോംബാക്രമണം. കെട്ടിടമാകെ തകരുന്നു. അതിനകത്തുള്ളവരാകെ ഈ ഭൂമിക്കടിയിലുള്ള സങ്കേതത്തിൽ താമസിക്കുന്ന ആളുകളടക്കം കൊല ചെയ്യപ്പെടുന്നു. നീതിപൂർവമായൊരു കാര്യം നടന്നു എന്നാണ് ഇസ്രയേലിന്റെ പ്രതികരണം, അമേരിക്കയുടെ പ്രതികരണം. ഇസ്രയേൽ ഈ ആക്രമണം നിർത്തണമെന്ന് ആവശ്യപ്പെട്ടു. അധിനിവേശ പ്രദേശങ്ങളിൽ നിന്ന് പിൻവാങ്ങണം എന്നും ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി ആവശ്യപ്പെട്ടു. അമേരിക്കയടക്കമുള്ള ഏതാനും ചില രാഷ്ട്രങ്ങൾ മാത്രമാണ് അതിനെ എതിർക്കാനുണ്ടായത്. പക്ഷേ നമ്മെ വേദനിപ്പിക്കുന്ന കാര്യം, നമ്മുടെ രാജ്യം ആ പ്രമേയത്തിൻ്റെ വോട്ടെടുപ്പിൽ നിന്ന് മാറി നിന്നു, അതിൽ പങ്കെടുക്കാതിരുന്നു. എന്താണത് കാണിക്കുന്നത്? പരമ്പരാഗതമായ നമ്മുടെ നയം, ഇന്ത്യയുടെ നയം, ലോകം ഇന്ത്യയെ ഏറ്റവും കൂടുതൽ അംഗീകരിക്കുന്നതിനിടയാക്കിയ ആ നയം ഉപേക്ഷിച്ചിരിക്കുന്നു. ആർക്കു വേണ്ടി? നേരത്തെ ഞങ്ങൾ ഇസ്രയേലിന്റെ കൂടെയാണ് എന്ന് പറയാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി തയ്യാറായി. ഇപ്പോ അതേ നിലപാട് ലോകമാകെ, നിങ്ങൾ പിൻവാങ്ങൂ, ആക്രമണം നിർത്തൂ, അധിനിവേശ പ്രദേശങ്ങളിൽ നിന്ന് പുറത്തു കടക്കൂ എന്നാവശ്യപ്പെടുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കാൻ നമ്മുടേതുപോലൊരു രാജ്യത്തിന് സാധിക്കുന്നില്ല. സിയോണിസ്റ്റുകളുടെ കൂടെ ചേർന്ന് നിൽക്കുന്നു. സിയോണിസ്റ്റുകളുടെ കൂടെ ചേർന്ന് നിൽക്കാൻ നമ്മുടെ രാജ്യത്തെ RSSന് മടിയില്ല. RSS നേതൃത്വം അംഗീകരിച്ചിട്ടുള്ള BJPക്കും മടിയില്ല. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന ഇന്നത്തെ കേന്ദ്രഭരണം രാജ്യത്തിന്റെ പൊതുവായ നിലപാടിനെതിരായി ഇതേവരെ നാം തുറന്നു വന്ന നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നില സ്വീകരിച്ചത് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. 10,000 മരിച്ചു വീഴുന്നു. ഔദ്യോഗിക കണക്ക് തന്നെ 41,000 കൊല ചെയ്യപ്പെട്ടു എന്നാണ്. അതിൻ്റെ എത്രയോ മടങ്ങാണ് യഥാർത്ഥത്തിൽ കൊല ചെയ്യപ്പെട്ടത്. അതിലെ കുഞ്ഞുങ്ങള്, സ്ത്രീകള്, ആയിരങ്ങൾ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. കെട്ടിടങ്ങൾ തകർക്കുന്നു. ആ കെട്ടിട അവശിഷ്ടങ്ങൾക്കുള്ളിൽ 10,000-ൽ പരം ആളുകൾ മണ്ണിനോട് ചേർന്നിരിക്കുന്നു. അവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. അവർ പൂർണ്ണമായി ജീവൻ വെടിയുന്ന അവസ്ഥ വന്നു.